തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഇന്നലെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ബലപ്പെടുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടാണ് ഇപ്പോൾ കൂടുതലും പുറത്തു വരുന്നത്. അവിടെ രാഷ്ട്രീയക്കാരുടെ അതിപ്രസരം, അതായത് സഖാക്കളുടെ നിയന്ത്രണത്തിലാണ് ശിശുക്ഷേമ സമിതി, CPMന്റെ നിയന്ത്രണത്തിലാണ് ശിശുക്ഷേമ സമിതി പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, പല SFI നേതാക്കൾക്കും പിന്നീട് കയറിയിരിക്കാൻ പറ്റുന്ന ഒരു കൂടാരമാണ് ഈ ശിശുക്ഷേമ സമിതി എന്നത് നമ്മൾ കണ്ടതാണ്. തുടക്കം മുതൽ പല SFI നേതാക്കളും അതിൽ സ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. ചിലർക്കെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. ചില വെട്ടലും കുത്തലും ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. വെട്ടലും കുത്തലും എന്ന് പറഞ്ഞാൽ പണം അടിച്ചു മാറ്റലും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ, സാമ്പത്തിക സുവർണങ്ങളൊക്കെ അവിടെ നടന്നു. അതിന്റെ ഭാഗമായിട്ട് ചില SFI നേതാക്കളെ അതിൽ നിന്നും പുറത്താക്കുകയും അവർ പാർട്ടിയിൽ നിന്ന് തന്നെ പോയതുമുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ശിശുക്ഷേമ സമിതി ഓഫീസിലെ ആയമാർ ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളിൽ പാർട്ടി ഇടപെടലുകൾ നടക്കുന്നു. അത് ശക്തമാണ്. അങ്ങനെ ഒരു ആക്ഷേപവും ഇപ്പോൾ ശക്തമാണ്. അതിൻ്റെ ചില തെളിവുകളും ചില വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാർട്ടി സ്വാധീനമുണ്ടെങ്കിൽ എന്തുമാകാമെന്ന സ്ഥിതിയിലാണ് ഈ ശിശുക്ഷേമ സമിതിയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. 2.5 വയസ്സുകാരിയോട് കണ്ണില്ലാത്ത ക്രൂരത കാട്ടിയ ആയമാർ എങ്ങനെ ശിശുക്ഷേമ സമിതി ജീവനക്കാരായെന്ന ചോദ്യം ഉയർന്നതിനിടെയാണ് കൂടുതൽ നിയമനങ്ങളിലെ പാർട്ടി പങ്ക് പുറത്തു വരുന്നത്. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ അന്വേഷിക്കുന്നതും മാധ്യമങ്ങൾ അന്വേഷിക്കുന്നതും അതുകൊണ്ടാണ്. നമ്മളൊക്കെ അത് അന്വേഷിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ പാർട്ടി പങ്കാണ് പുറത്തു വരുന്നത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അതുപോലെ 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 2 ബ്രാഞ്ച് സെക്രട്ടറിമാരൊക്കെയാണ് അനധികൃതമായി ശിശുക്ഷേമ സമിതിയിൽ നിയമനം നേടിയിരിക്കുന്നത് എന്ന വിവരമാണ്. എല്ലാം CPMന്റെ നേതാക്കളാണ്. അവർ ബ്രാഞ്ച് സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗം, ഇവരെല്ലാം ഇവിടെ അനധികൃതമായി തന്നെ ഇവിടെ തസ്തികകളിൽ കയറി ഇരിക്കുന്നു, സമിതിയിൽ നിയമനം നേടി എന്നതാണ് പുറത്തു വരുന്ന വിവരം. ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ സ്ഥാപനത്തിന്റെ തലപ്പത്ത് കൊലക്കേസ് പ്രതി വരെ ഉണ്ടെന്നതാണ് വാസ്തവം. ഞെട്ടിപ്പിക്കുന്നതാണ്. കൊലക്കേസ് പ്രതി പോലും ഇതിനകത്ത് നിയമനം നേടിയിരിക്കുന്നു. കുട്ടികളെ സംരക്ഷിക്കുന്ന, അതും പാവങ്ങളായ കുട്ടികളെ, നോക്കാനാളില്ലാത്ത അനാഥരായ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു സ്ഥാപനത്തിൽ കൊലക്കേസ് പ്രതികൾ പോലും നിയമനം നേടിയിരിക്കുന്നു. സ്ഥാപനത്തിലെ ഇടതു സംഘടനയെ നയിക്കുന്നത് ഈ കൊലക്കേസ് പ്രതിയാണെന്നാണ് പറയുന്നത്. അവിടെ അദ്ദേഹം നിയമനം നേടിയത് മാത്രമല്ല, അവിടുത്തെ ഇടതു സംഘടനയുടെ, കാരണം ഓരോ സ്ഥലത്തും ഓരോ പാർട്ടിക്കും സംഘടന ഉണ്ടാവുമല്ലോ അവിടെ ജീവനക്കാരെ വെച്ചിട്ട്, ആ ജീവനക്കാരിലെ സംഘടനാ നേതാവ് എന്ന് പറയുന്നത് ഈ കൊലക്കേസ് പ്രതിയാണെന്നാണ്. അടുത്തിടെയാണ് മണ്ണന്തല രഞ്ജിത്ത് കൊലക്കേസിലെ 4ാം പ്രതി V. അജികുമാറിനെ സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. മനസ്സിലായല്ലോ. അപ്പോൾ അദ്ദേഹമാണ്, ഈ അജികുമാറാണ് അവിടെ ഇപ്പോൾ ഇതിൻ്റെ നേതാവ്. അദ്ദേഹം കൊലക്കേസിലെ പ്രതിയാണ് എന്നതും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പഠന ക്ലാസ്സിൽ കുട്ടികളോട് അപമര്യാദയായി പെരുമാറിയ ആളും ഭരണസമിതിയിലുണ്ട് എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതുവരെയുള്ള സംഭവത്തിൽ നിയമ നടപടിയും ആ നടപടി, അന്നുണ്ടായ നടപടികളൊന്നും തന്നെ ഈ ക്യാമ്പിൽ വന്ന കുട്ടികളോട് അപമര്യാദ പെരുമാറിയിട്ടും അയാൾക്കെതിരെയും ഒരു നടപടിയും ഇതുവരെയും ശിശുക്ഷേമ സമിതി എടുത്തിട്ടില്ല. കാരണം അയാൾ പാർട്ടിയുടെ ഒരു ഉയർന്ന നേതാവാണ്, ലോക്കൽ കമ്മിറ്റി അംഗമാണ് അജികുമാർ. പഠന ക്യാമ്പിൽ കുട്ടികളോട് അപമര്യാദയായി പെരുമാറിയ ആളും ഭരണസമിതിയിലുണ്ട്. ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞിട്ടും നടപടി എടുത്തിട്ടില്ല. കുട്ടികളോട് മോശമായി പെരുമാറിയതിന് ഇടത് യൂണിയൻ നേതാവിൻ്റെ ഭാര്യയായ ആയയെ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇവർ പോയ വേഗത്തിൽ തന്നെ തിരികെ എത്തി. ആരും അറിഞ്ഞിട്ടില്ല. ഇതാണ് പാർട്ടി സ്വാധീനം എത്രമാത്രം ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്നു എന്ന് കാണുന്നത്. മുമ്പ് നടന്ന വിവാദ ദത്തെടുക്കൽ കേസിൽ പിരിച്ചുവിട്ട ജീവനക്കാരി തിരികെ ജോലിക്ക് കയറിയതും പാർട്ടി സ്വാധീനത്തിൽ തന്നെയാണ് എന്നത് അന്നു തന്നെ ആക്ഷേപം ഉയർന്നാണ്. ഇപ്പോഴും ആ ആക്ഷേപമുണ്ട്. കാരണം ആ ദത്തെടുക്കൽ വിഷയം നമുക്കറിയാം, വളരെയധികം വിവാദമായതാണ്. അതിൽ പ്രധാനമായിട്ട് നിന്ന ആള് ഈ ദത്തെടുക്കലിൻ്റെ വിഷയങ്ങളെല്ലാം വന്നപ്പോൾ അവരെ ഒരു താൽക്കാലികമായിട്ട് അവരെ മാറ്റി നിർത്തിയെങ്കിലും വീണ്ടും അവരെ കൊണ്ടുവന്നു. ഇത് പാർട്ടി വളരെ സ്വാധീനിച്ചാണ് കൊണ്ടുവരുന്നത്. ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യ, ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യയാണ് ഇവരെയാണ് പെട്ടെന്ന് തിരിച്ച് പാർട്ടി അവിടെ കൊണ്ടുവന്നത്. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ പിന്നെ വേറെ സ്വാധീനിക്കേണ്ട കാര്യമില്ലല്ലോ. കുട്ടികളുടെ ക്ഷേമത്തിലുപരി പാർട്ടിയിലെ ഉന്നത സ്ഥാനമോ ബന്ധുത്വമോ ആണ് നിയമന മാനദണ്ഡം എന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഞങ്ങളെക്കുറിച്ച് ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഞാൻ ഈ സൈറ്റ് ഒന്ന് നോക്കി, ഇവരുടെ
അവരുടെ ശിശുക്ഷേമ സമിതിയുടെ സൈറ്റ് നോക്കി. അവർ അവിടെ എന്തൊക്കെയാണ് കുറിച്ചിട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ അവകാശവാദങ്ങൾ എന്നൊക്കെ നോക്കി. അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞ് ഒരു തലക്കെട്ടിൽ അവർ സംസ്ഥാന ശിശുക്ഷേമ സമിതിയെക്കുറിച്ച് അവരുടെ സൈറ്റിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വാചകങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അതുപോലെ നിങ്ങളുടെ മുന്നിൽ വായിക്കാം. നാളത്തെ ലോകം എന്താകണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ന് ജനിക്കുന്ന ഓരോ പിഞ്ചു കുഞ്ഞുമാണ്. ദൗർഭാഗ്യവശാൽ എല്ലാവർക്കും ഒരുപോലെ സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കുന്നില്ല. ചിലർ ജനിച്ച ഉടനെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. സാമൂഹികവുമായ കാരണങ്ങളാൽ ചിലർ വിദ്യാഭ്യാസ രംഗത്ത് പിന്തള്ളപ്പെട്ടു പോകുന്നു. സ്നേഹവും പരിചരണവും ലഭിക്കാതെ ചില ജീവിതങ്ങൾ പാതി വഴിയിൽ വാടിപ്പോകുന്നു. ജീവിത സാഹചര്യങ്ങളും തളർന്നു വരുന്ന അന്തരീക്ഷവുമെല്ലാം കുട്ടികളുടെ വ്യക്തിത്വത്തെ വളർത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇല്ലായ്മകളിൽ തളർന്നു പോകാതെ ഓരോ കുട്ടിക്കും അവർ അർഹിക്കുന്ന ജീവിത സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ശിശുക്ഷേമ സമിതി നടത്തി വരുന്നത്. മുഖ്യമന്ത്രി പ്രസിഡന്റും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി 1ാം വൈസ് പ്രസിഡന്റുമാണ് എന്നത് ഇതിനകത്തുള്ള ഭരണസമിതിയുടെ ഒരു ഘടനയാണ്. മുഖ്യമന്ത്രിയാണ് ഈ ശിശുക്ഷേമ സമിതിയുടെ പ്രസിഡന്റ്. സാമൂഹ്യനീതി വകുപ്പിന്റെ മന്ത്രി 1ാം വൈസ് പ്രസിഡന്റായിട്ട് മാറും. മറ്റൊരു വൈസ് പ്രസിഡന്റ് അവിടെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ അവിടെ ഉണ്ടാകും. ജനറൽ ബോഡി യോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികളടങ്ങുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് സമിതിയുടെ ദൈനംദിന ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ ജില്ലകളിലും ജില്ലാ കൗൺസിലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറാണ് ജില്ലാ കൗൺസിലുകളുടെ പ്രസിഡന്റും. അത്രമാത്രം ഒരു സർക്കാർ ബന്ധമുള്ള, സർക്കാരിന് പങ്കാളിത്തമുള്ള ഒരു NGO സംഘടനയാണ്. കാരണം NGO സംഘടന ഞാൻ പറയാൻ കാരണം ആ രീതിയിലാണ് ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് നമ്മുടെ ട്രാവൻകൂർ ചാരിറ്റബിൾ അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് ആണ് ഞാൻ അതിനെ അതൊരു NGO സംഘടന. പക്ഷേ എങ്കിൽ പോലും ഇത്രമാത്രം മുഖ്യമന്ത്രി പ്രസിഡന്റും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരിക്കുന്ന ഈ സ്ഥാപനം അങ്ങനെ വെറും ഒരു സംഘടനയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. സർക്കാർ നിയന്ത്രണത്തിലുള്ള സർക്കാരിൻ്റെ ഫണ്ട് ഒരുങ്ങുന്നുണ്ട്. ഇനി ഈ ഫണ്ട് എങ്ങനെ എന്നതാണ് ശിശുക്ഷേമ സമിതി കിട്ടുന്ന ഫണ്ട് എങ്ങനെയെന്ന് കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് അറിയിക്കാം. പ്രേക്ഷകർക്ക് പലർക്കും അത് അറിയാവുന്നതായിരിക്കും. നമ്മുടെ പ്രേക്ഷകരൊന്നും അത്ര മോശക്കാരല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം അറിയെങ്കിലും ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രവർത്തന മേഖല വലുതാണെങ്കിലും സമിതിയുടെ ഏക വരുമാന മാർഗം സർക്കാർ അനുമതിയോടെ അച്ചടിച്ച് പുറത്തിറക്കുന്ന ശിശുദിന സ്റ്റാമ്പിന്റെ വിറ്റുവരവാണ്. ഈ ശിശുദിന സ്റ്റാമ്പ് സ്കൂളുകളിലും കോളേജിലും ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റിടത്തുമൊക്കെ വിറ്റുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പണമാണ് ഇതിൻ്റെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത്. നിരാശരായ കുഞ്ഞുങ്ങളുടെ ഉന്നമനം ആഗ്രഹിക്കുന്നവർ നൽകുന്ന സംഭാവനകളിലാണ് മറ്റൊന്ന്. അവർ പലരും അങ്ങനെ അവർ സംഭാവന കൊടുക്കുന്നുണ്ട്. പ്രവർത്തനങ്ങളുടെ ഏറിയ പങ്കും നടക്കുന്ന ഇത്തരം സ്റ്റാമ്പിൽ നിന്നും സംഭാവനകളിൽ നിന്നുമാണ്. ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങൾക്കൊപ്പം വസ്ത്രങ്ങളും കുട്ടികൾക്കുള്ള ഭക്ഷണ സാധനങ്ങളും പഠനോപകരണങ്ങളും സംഭാവനയായി ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരം വഴികളിലൂടെയാണ് ഈ ശിശുക്ഷേമ സമിതി പ്രവർത്തിച്ചു വരുന്നത്. അങ്ങനെ നമ്മളിൽ നിന്നും സ്റ്റാമ്പ് കൊടുത്ത് വാങ്ങുന്ന പണമാണ് ഈ അനധികൃതമായി പാർട്ടി സഖാക്കളെ തിരികെ കയറ്റി നിയമനം കൊടുത്ത് ശമ്പളമായി കൊടുക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നവർ ഒരു ഫുൾ ടൈമർ പ്രവർത്തകരാണ്, ഫുൾ ടൈമറാണ്. അതായത് ഫുൾ ടൈം പാർട്ടി പ്രവർത്തിക്കേണ്ടവരാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പോലുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പാർട്ടിക്ക് വേണ്ടി ഫുൾ ടൈം പ്രവർത്തിക്കുമ്പോൾ പിന്നെ ഈ ശിശുക്ഷേമ സമിതിയിൽ നിയമനം നേടിയാൽ എങ്ങനെയാണ് ശിശുക്ഷേമ സമിതിക്ക് വേണ്ടി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുക? അപ്പോൾ ശിശുക്ഷേമ സമിതി എന്ന് പറയുന്ന ഒരു ഇടത്താവളമാണ്. ഈ സ്റ്റാമ്പ് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഉണ്ടാക്കുന്ന ഫണ്ട് എടുത്ത് ശമ്പളം വാങ്ങുന്നു. അയാൾ പ്രവർത്തിക്കുന്നത് ഫുൾ ടൈമറായിട്ട് പാർട്ടിക്കകത്താണ്, പാർട്ടിക്ക് വേണ്ടിയാണ് ഇറങ്ങി നടക്കുന്നത്. പക്ഷേ ശമ്പളം വാങ്ങാൻ വേണ്ടി ശിശുക്ഷേമ സമിതിയിൽ വരും. ശിശുക്ഷേമ സമിതിയിൽ വന്നിട്ട് ശമ്പളം വാങ്ങും, പോകും. അല്ലാതെ പാർട്ടി ചട്ടമാണത്. ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ പോലുള്ള ഉയർന്ന ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഫുൾ ടൈം പാർട്ടി പ്രവർത്തകരായിട്ട് നിൽക്കണം എന്നത്. എന്നിട്ടാണ് അവരെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന്, അത് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പോലും ഇപ്പോൾ അവിടെ ജീവനക്കാരായിട്ട് ഫുൾ ടൈം പാർട്ടി പ്രവർത്തകരെ കൊടുക്കരുത്. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ അതുപോലെ പാർട്ടിയിൽ ഫുൾ ടൈം പ്രവർത്തിക്കുന്നവർക്കോ സഹകരണ സ്ഥാപനത്തിൽ പോലും ജോലി കൊടുക്കരുതെന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നയം. ആ നയം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ശിശുക്ഷേമ സമിതിയിൽ ആർക്കും, പാർട്ടി ആയതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് ശിശുസമിതിയെ ഉപയോഗിക്കുന്നു എന്നത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്.